സുഹൃത്തുക്കളെ, കുമരകത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കുമരകത്തെപ്പറ്റി നമുക്കറിയാം. കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുമരകം. ധാരാളം റിസോർട്ടുകളും ബേർഡ് സാങ്ച്വറിയും അതുപോലെ കെട്ടുവള്ളം യാത്രയും ഹൗസ് ബോട്ടുകളും നാടൻ വള്ളങ്ങളും ഉൾപ്പെടെയുള്ള കായൽ സവാരികളും എല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന കാഴ്ചകളാണ്. പാതയ്ക്ക് ഇരുവശവും അനന്തമായി നീണ്ടുകിടക്കുന്ന കായൽപ്പാടം. ഈ കായൽപ്പാടത്തിന് നടുവിലൂടെ ഈ മേഘങ്ങൾ സമ്മാനിക്കുന്ന മനോഹര ദൃശ്യചാരുത നുണഞ്ഞുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. കുമരകം എവിടെ നോക്കിയാലും നമ്മുടെ മനസ്സിന് സന്തോഷമേകുന്ന പ്രകൃതി ദൃശ്യങ്ങളാണ്. റോഡിന് ഇരുവശവും പച്ച വിരിച്ച് കിടക്കുന്ന കായൽപ്പാടങ്ങളുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടയ്ക്ക് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല നാടൻ പൊറോട്ടയും കരിമീൻ മപ്പാസും താറാവ് റോസ്റ്റും നമ്മൾ അകത്താക്കി. കൂടെ 2 കള്ളപ്പവും. അങ്ങനെ വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ശ്രമിച്ചില്ല. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ എല്ലാം പെട്ടെന്ന് വാരി വലിച്ചു തിന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കുമരകത്തെ ബേർഡ് സാങ്ച്വറി കാണാൻ വേണ്ടിയുള്ള പോക്കിലാണ്. ഇപ്പോൾ നമ്മുടെ വാഹനം പാതയിലൂടെ ജംഗ്ഷനിലും ഓടിച്ചു പോകുന്നത് തന്നെ വളരെ മനോഹരമായ ജംഗ്ഷൻ്റെ ഭാഗത്ത് കാഴ്ചയാണ്. ചിലയിടങ്ങളിൽ പണി നടക്കുന്നതിനാൽ നമുക്ക് ഇങ്ങനെ റോഡ് നേരെ പോകാൻ സാധിച്ചില്ല. ഇടയ്ക്ക് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് വിട്ടു. അപ്പോൾ അങ്ങനെ തിരിച്ചു വിട്ടത് കുമരകം ബ്ലോക്കിൻ്റെ സമീപത്ത് കൂടിയാണ്. അപ്പം അങ്ങനെ അത് പോകുമ്പോൾ ആ ബ്ലോക്കിൻ്റെ മുൻപിൽ കാണാനും നല്ല രസമായിരുന്നു. ചെറിയ വീതി കുറഞ്ഞ വഴിയാണെങ്കിലും അതിന് സമീപത്ത് കൂടി പോകുന്ന ആ തോടിൻ്റെ ഭംഗിയും അതുപോലെ തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വിവിധ മരങ്ങളും അങ്ങനെ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ആ കാഴ്ചകളുമെല്ലാം വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. ഇപ്പോൾ നമ്മുടെ വാഹനം കുമരകം മാർക്കറ്റ് ജംഗ്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ കോട്ടയം വഴിയുള്ള ഈ കുമരകം യാത്ര ആ റോഡിൻ്റെ ആ പാതയ്ക്ക് ഇരുവശവുമുള്ള കാഴ്ചകളുടെ മനോഹാരിത കൊണ്ട് നമ്മുടെ മനം കവരുന്നവയാണ്. വെറുതെ വാഹനം ഓടിച്ചു പോകുന്നത് തന്നെ വളരെ മനസ്സിന് സുഖമേകുന്ന ഒരു കാഴ്ചയായിട്ടാണ്, ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ കുമരകം ജംഗ്ഷൻ പിന്നിട്ടുകൊണ്ട് ഈ കുമരകം ജംഗ്ഷന് ഒരു 1.5 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോകുമ്പോഴാണ് നമുക്ക് ബേർഡ് സാങ്ച്വറിയും അതുപോലെ കോക്കനട്ട് ലഗൂൺ, KTDC എന്നിവയുടെ പ്രസിദ്ധമായ റിസോർട്ടുകളും മറ്റുമുള്ളത്. പാതയ്ക്കിരുവശവും ധാരാളം റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ കുമരകത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ കിട്ടുന്ന ഷോപ്പുകളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകതരം കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളും എല്ലാം നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും വാങ്ങാൻ ലഭിക്കും. അപ്പം കുമരകം ബേർഡ് സാങ്ച്വറി കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം. അതിങ്ങനെ നമ്മൾ തിരക്കി പോവുകയാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകണം. പോകുമ്പോഴാണ് ആ ബേർഡ് സാങ്ച്വറി ഉള്ളത്.
കുമരകത്തിൻ്റെ ഈ ഭാഗത്ത് റോഡിന് ഇരുവശവും പന്തൽ വിരിച്ച് നിൽക്കുന്ന ഈ തണൽ മരങ്ങളും ഒരു പ്രത്യേക കാഴ്ചയാണ്, ഒരു കാഴ്ചാനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ തോടുകളുണ്ട്. ഈ തോടുകളുടെ ഭാഗത്തെല്ലാം റോഡ് ഉയർത്തിയാണ് പണിഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ. താഴെ അതിന് റോഡിലൂടെ വള്ളങ്ങൾ കടന്നു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ റോഡ് പൊക്കി നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായിരുന്ന കുമരകം റോഡ് യാത്രയ്ക്ക് അവസാനം നമ്മുടെ വാഹനം ഈ ബേർഡ് സാങ്ച്വറിയിൽ, കുമരകത്ത് ബേർഡ് സാങ്ച്വറിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് 100 രൂപ ആണ് ഫീസ്. വാഹനം പാർക്ക് ചെയ്യുന്നതിന് 30 രൂപ അഡീഷണലായിട്ട് കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവർ നടത്തുന്ന ബോട്ട് യാത്രയുടെയും മറ്റും വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 1500 രൂപയുടെയും 800 രൂപയും വരുന്ന വള്ളം ഫീഡ് ബോട്ട് പാക്കേജ് ഒക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് കയറുമ്പോൾ ഒരു സ്വാഭാവിക വനം ഇവിടെ ബേർഡ് സാങ്ച്വറിയായി ഈ കുമരകം കായലിന് സൈഡിലെ ഇങ്ങനെ ഒരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അങ്ങനെ വളർത്തിയിട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു വനത്തിൽ കയറിയ പ്രതീതിയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് ഇവിടെ ഈ കൗണ്ടറിൽ കാണിച്ചിട്ട് നമ്മൾ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള ഈ പാത്ത് വേയിലൂടെ ഒരു 3 കിലോമീറ്ററോളം നമ്മൾ ഉള്ളിലോട്ട് നടക്കണം. നടന്ന് ഇങ്ങനെ വള്ളിപ്പടർപ്പുകളും കാട്ടുചെടികളും മരങ്ങളും തോടുകളും ഉള്ള ഒരു ജംഗിളിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോഴുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ട്. ചീവീടിൻ്റെ ശബ്ദവും അതുപോലെ കിളികളുടെ കളകളനാദവും എല്ലാം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഇതിലെ കൂടെ ഈ ബേർഡ് സാങ്ച്വറിക്കകത്തൂടെ മുന്നോട്ട് നടന്ന് അങ്ങ് കായൽ തീരം വരെ പോകണം. അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ ഇരുവശവും കാണുന്ന പ്രകൃതിയുടെ ഈ കാടിൻ്റെ സ്വാഭാവികമായി നട്ടുവളർത്തിയിരിക്കുന്ന ഈ കാടിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് പതുക്കെ നമുക്ക് നടക്കാം. മരങ്ങളാലും വള്ളിപ്പടർപ്പുകളാലും മൂടിക്കിടക്കുകയായതിനാൽ ഇവിടെ ഏത് ഉച്ച സമയമായാൽ പോലും നമുക്ക് വെയിൽ പേടിക്കണ്ട. എപ്പോഴും നല്ല കുളിർമയുള്ള തണലാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് അനുഭവപ്പെടുന്നത്. ഞങ്ങളിങ്ങനെ ഈ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റ് ധാരാളം സഞ്ചാരികൾ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. നമ്മൾ 3 കിലോമീറ്ററോളം മുന്നോട്ട് സഞ്ചരിച്ച് കുമരകം കായലിൻ്റെ സൈഡിലെത്തി. അവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഈ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. ഇതിനകത്തൊക്കെ ധാരാളം ഉടുമ്പുകളും മറ്റും കാണാൻ കഴിഞ്ഞു. പാമ്പുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ശരിക്കും നമ്മൾ ഒരു വനത്തിൽ അകപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇടയ്ക്ക് മരങ്ങളൊക്കെ ഇതുപോലെ ചാഞ്ഞ് കിടപ്പുണ്ട്. വള്ളിപ്പടർപ്പുകൾ നമ്മുടെ വഴിയിലേക്ക് ചാഞ്ഞ് ഒരു ദൃശ്യചാരുത സമ്മാനിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം തലയിലൊന്നും കൊള്ളാതെ നമ്മൾ കുനിഞ്ഞു കയറി പോകണം. എന്നാലും നല്ലൊരു അനുഭവമാണ്. നമ്മൾ പോയത് ഉച്ച സമയമായിരുന്നതിനാൽ പക്ഷികളെ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ പക്ഷികൾ ഇങ്ങനെ കരഞ്ഞ് വെള്ളം വെക്കുന്ന സൗണ്ടുകളെല്ലാം കേൾക്കാമായിരുന്നു. ചില സമയങ്ങളിൽ വന്നാൽ ധാരാളം പക്ഷികൾ, ദേശാടന പക്ഷികൾ ഉൾപ്പെടെ കാണാൻ കഴിയുന്ന
കുമരകത്തെ ഒരു പക്ഷി സങ്കേതമാണ് ഈ ബേഡി സാങ്ച്വറി. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇത് പരിപാലിച്ച് വരുന്നത്. ഇതിൻ്റെ മറുഭാഗത്തായി KTDCയുടെ വക തന്നെ റിസോർട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഓൺലൈനായിട്ട് കയറി വേണമെങ്കിൽ റൂം ബുക്ക് ചെയ്താൽ ഇവിടെ കായലോരത്ത് നല്ല താമസം സൗകര്യം ലഭ്യമാണ്. നമ്മൾ പലപ്പോഴായി ഇതിലേ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ പക്ഷി സങ്കേതത്തിലേക്ക് കയറുന്നത്. മുന്നോട്ട് പോകുന്തോറും മറ്റ് ധാരാളം പേര് കാണാൻ കഴിഞ്ഞു. ഈ കാഴ്ചകൾ കണ്ട് നമുക്ക് ഈ പക്ഷി സങ്കേതത്തിൻ്റെ അങ്ങേ അറ്റം വരെ ഒന്ന് പോയി വരാം. കുമരകം ബേർഡ് സാങ്ച്വറിയിലാണ് സുഹൃത്തുക്കളെ നമ്മളുള്ളത്. പക്ഷികളെ ഒന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ നല്ല പക്ഷികളുടെ നാദം കേൾക്കുന്നുണ്ട്. നാദം, കളകള ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതുവരെ പക്ഷികളെ ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഈ ചെറിയ കാനനപാതയിലൂടെ നടക്കുന്നത് ഒരു കാട്ടിൽ കയറിയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. അടുത്ത പാലം. ശരിക്കും കാട്ടിൽ കയറിയ പോലെ അല്ലേ? ശരിക്കും ഒരു കാട്ടിൽ കയറിയതുപോലെ. ഇതൊക്കെ നാച്ചുറലാ. നാച്ചുറൽ. ആ നല്ല കാടായി. നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രകൃതിദത്തമായ കാഴ്ചകൾ. അതെന്താ ഉടുമ്പ? ഇടയ്ക്ക് വെച്ച് ഒരു ഉടുമ്പിനെ കണ്ട് നമ്മൾ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ആ ഉടുമ്പ് നമ്മളെ കണ്ട് പേടിച്ച് പോകുന്ന കാഴ്ചയാണ്. ഉടുമ്പ് ഈ വഴി തന്നെ തിരിച്ചാൾക്കാർ പോകുന്ന കണ്ടില്ലേ? പോവില്ലേ? ഇനിയുണ്ട്, കഴിഞ്ഞില്ല. അവിടെ അങ്ങോട്ട് കിടക്കുക. ഇല്ല, ഇതിലേ തന്നെ പറഞ്ഞവർ പറഞ്ഞു. രണ്ട് മൂന്ന് ടീഷർട്ടായിട്ടൊക്കെ വരണം. അപ്പോൾ മാറി മാറി ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ എടുക്കുന്ന ഫോട്ടോ
പള്ളിപ്പടപ്പിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാം. അപ്പോൾ നിൽക്കണേ, എടുക്കട്ടെ ഫോട്ടോ. ഇത് കാട് പോലെ തന്നെ, കാട് തന്നെ ഇത്. കിയോ 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 എന്ന് കറിഞ്ഞോണ്ടിരിക്കും. അപ്പുറത്തൂടെ വഴിയുണ്ടെന്ന് തോന്നുന്നു. അതിൽ കൂടെ നമ്മളെ ബോട്ട് വരുത്തില്ലയോ, ആ ബോട്ടൊക്കെ ഈ വഴിയിലാണ് വരുന്നത്, ഈ കായലിൻ്റെ സൈഡിൽ കൂടെ. കട്ടിയ താറാവിന് ഭയങ്കര കട്ടിയ. ഇതൊക്കെ എന്തോ പേടിയില്ലാത്ത, നീയേ ഒരു പേടിയാ. ഉടുപ്പ് വലുത്. നമ്മൾ നടന്ന് അവസാനം ഈ പക്ഷി സങ്കേതത്തിലെ കായലിൻ്റെ സൈഡിൽ എത്തിച്ചേർന്നു. ഇവിടെ സെക്യൂരിറ്റിയുടെ ക്യാബിൻ കാണാം. ഇവിടം വരെയാണ് നമുക്ക് വരുവാൻ അനുവാദമുള്ളത്. ഇവിടെ ഓരോ സ്ഥലത്തേക്കുമുള്ള ദൂരം എഴുതി വച്ചിട്ടുണ്ട്. ആലപ്പുഴയിലേക്ക് വെറും 6 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് ബോട്ട് വഴി പോയാലുള്ളൂ. അതുപോലെ ഈ കായലിലൂടെ മറ്റ് കെട്ടുവള്ളങ്ങളും വള്ളങ്ങളുമെല്ലാം പോകുന്നത് കാണാമായിരുന്നു. അപ്പുറത്ത് കാണുന്നത് ഇവിടെ പ്രസിദ്ധമായ കോക്കനട്ട് കൂട്ട് എന്ന് പറയുന്ന റിസോർട്ടാണ്. ഈ കായലിനോട് ചേർന്നാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യാത്രക്കാരെയും കൊണ്ടുവന്ന് വരുന്ന ഒരു വള്ളക്കാരനെ കാണാം. അങ്ങ് കുമരകം കായലിലെ ഹൗസ് ബോട്ടുകളും മറ്റു ബോട്ടുകളുമൊക്കെ
പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ട് മുന്നിലൂടെ ഒരു ഹൗസ് ബോട്ട് ഇങ്ങനെ സഞ്ചാരികളെയും കൊണ്ട് ഒഴുകി നീങ്ങുന്ന മനോഹര കാഴ്ച കാണാൻ സാധിച്ചു. ഈ കുമരകം കായലിൻ്റെ ഇവിടെ നിന്നുള്ള ദൃശ്യം വളരെ മനോഹരമായ ഒന്നായിരുന്നു. ആ കാഴ്ചകൾ നോക്കി കുറച്ചു നേരം നമ്മൾ ഇവിടെ ഇരുന്നു. ഇവിടെ നമുക്ക് ഇരിക്കാൻ ബെഞ്ചും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു വെള്ളമോ ചായയോ ഒന്നും കുടിക്കാനുള്ള ഒരു സൗകര്യമില്ല. 3 കിലോമീറ്റർ നടന്ന് വന്നിട്ട് നമ്മൾ കയ്യിൽ വെള്ളമില്ലെങ്കിൽ വലഞ്ഞത് തന്നെ. അപ്പോൾ അതിനിപ്പുറത്തായിട്ടൊരു വാച്ച് ടവറുണ്ട്. വാച്ച് ടവറിലേക്ക് കയറാൻ വേണ്ടി ഒരു മുള കൊണ്ടുള്ള ഒരു മഴവിൽ പാലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് പോയപ്പം അടുത്ത കാലത്തൊന്നും ആരും അങ്ങോട്ട് പോയതായിട്ട് കണ്ടില്ല. കുറച്ചങ്ങോട്ട് നടക്കണം. അതുകൊണ്ട് പിന്നെ നമ്മൾ വാച്ച് ടവറിലേക്ക് പോയില്ല. അവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ആ ജംഗിൾ റിസോർട്ടിൽ നിന്നും തിരികെ നടക്കാൻ ആരംഭിച്ചു. അതിനിടയ്ക്ക് ഇവിടെ ഈ പാലത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയും ഒക്കെ എടുത്തു. നട്ടുച്ച സമയമായിരുന്നെങ്കിലും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് വെയിലൊന്നും നമുക്ക് താഴെയിട്ട് അങ്ങനെ അടിക്കാറില്ല. കാഴ്ച കൊണ്ട് നമ്മൾ തൊട്ടു മുന്നിൽ സ്പെയിനിൽ നിന്നും വന്ന സഞ്ചാരിയുടെ കൂട്ടം പോകുന്നുണ്ടായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അബേഡ് സാങ്കേതിയോട് ഇവിടെ പറഞ്ഞു.